എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. കാരണം എനിക്ക് ഡ്രസ്സ് എന്ന് പറയുന്നത് കുറച്ച് പ്രൈസാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അത് പിന്നെ ഞങ്ങൾക്കറിയാം, നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്കറിയാം നിനക്ക് ഭയങ്കര ക്രൈസാണ്. മാത്രമല്ല വേറെ പല സാധനങ്ങളോടും ക്രൈസുണ്ട്. ഈ തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറഞ്ഞ പോലെ അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കില്ലേ, അത് തന്നെ. അതെനിക്കൊരു ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതെ അതെ അതെ. അപ്പോൾ ഒരു 2-3 കൂട്ടം ഡ്രസ്സ് എടുക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ പോകാൻ റെഡിയായി പോവുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു, അല്ലേ വേണ്ട, നീ നിൻ്റെ ഇഷ്ടം പോലെ എന്നാണോ നിനക്ക് തോന്നുന്നത് അത് മേടിച്ചോ. അതിപ്പോൾ സ്വർണ്ണമാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പേ ചെയ്തോളാം. ഭർത്താവ് തന്നെയാണോ, വിഷ്ണുവേട്ടനാണോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഓക്കെ, നമുക്ക് കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുത്. അതെ അതെ, നമുക്ക് കിട്ടുന്ന ഒരു അവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ല. അത് ആരാണെങ്കിലും മനസ്സിലായില്ലേ, ആര് തരുന്നതായാലും പാഴാക്കാൻ പാടില്ല, മാക്സിമം മുതലാക്കണം. അതാണ്. എല്ലാ ആനിവേഴ്സറിക്കും എനിക്ക് എന്തെങ്കിലും ഗോൾഡ് മേടിച്ച് തരാറുണ്ട്. പിന്നെ അപ്പോൾ വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ലേ ജനിച്ചു വീണത്. നോട്ടും കെട്ടിൻ്റെ പുറത്തേക്കാണ് ജനിച്ചു വീണത്. അതാണ്. ബർത്ത്ഡേക്ക് മേടിച്ച് തന്നതായിട്ടോ ഡയമണ്ടിൻ്റെ ഒരു നെക്ലേസ്. ഡയമണ്ടേ ഇടുള്ളൂ, ഡയമണ്ട് ഇല്ലാത്ത ഒരു പരിപാടിക്കും ഈ കുട്ടി ഇല്ല കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത് എനിക്ക് മേടിച്ച് തരാറുള്ളതാണ്. അതെ അതെ. അപ്പം ഇതിനായിട്ടിപ്പം ഞാൻ അതെ, കടം മൂത്ത് നാട് വിട്ടിട്ട് ഇപ്പം നാട്ടിൽ വരാൻ പോലും പറ്റാത്ത കാക്കയല്ലേ ഒക്കെ വാങ്ങിച്ചു തന്നത്. അതന്നെ, വിശ്വസിച്ചു. അപ്പം എനിക്ക് എന്ത് മേടിക്കണം എന്നുള്ളൊരു ഒരാകാംക്ഷ. അപ്പം വളയുടെ കയ്യിലുണ്ട്, മാലയുടെ കയ്യിലുണ്ട്. അപ്പം എൻ്റെ കയ്യിലില്ലാത്തൊരു സാധനം കൈ ചെയിനാണ്. ഓ, ഞാൻ വിചാരിച്ചു വളയുണ്ട് മാലയുണ്ട്, കയ്യിലില്ലാത്ത സാധനം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ. സോറിയേ. ഒരുപാടുണ്ട്, വളകൾ ഒരുപാടുണ്ട്. ഈ കൈമലും അതേപോലെ ഒരു വാച്ച് പോലുള്ളൊരു സംഭവം ഉള്ളത്. അപ്പം എനിക്ക് കൈ ചെയിനില്ല, മോതിരം ഉണ്ട്, ഈ കൈമലുണ്ട്. അപ്പം എനിക്ക് ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് കൈ ചെയിനാണ്. അതെ. അപ്പം ഞാൻ പ്ലാൻ ചെയ്തു കൈ ചെയിൻ മേടിച്ചാലോ എന്ന് പ്ലാൻ ചെയ്തിട്ടേ ഉള്ളൂ. കക്ഷിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം കക്ഷിയുടെ ATM കാർഡ് എൻ്റെ കയ്യിലാണുള്ളത്. എന്തൊക്കെയാണോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കക്ഷി അറിഞ്ഞിട്ടില്ല. ആരാണ് കക്ഷി? കക്ഷി അങ്ങ് ദുബായിലാണെന്ന് പറയുന്നു. പക്ഷെ ദുബായ്ക്കാരൻ്റെ ATM കാർഡ് എങ്ങനെയാണ് നാട്ടിൽ വരുന്നത്? ആകെ മൊത്തം കൺഫ്യൂഷനായല്ലോ ഈശ്വര. കൺഫ്യൂഷൻ മാറ്റണമേ, എൻ്റെ കൺഫ്യൂഷൻ മാറ്റണമേ. തുങ്കജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ. ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ഊഹിക്കുക. അപ്പം അതിന് എത്ര എമൗണ്ട് ചിലവാക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 17 വർഷമായില്ലേ. ആരോ വന്നൊരു ATM കാർഡ് ആരോ വന്ന് കൂടിയിട്ടുണ്ട്, അയാളുടെ ATM കാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം എന്നുള്ളതാണ്, അല്ലാണ്ട് പിന്നെ എന്തും പറയുക. പിന്നെ ഞാൻ കരുതി ഒരു കൈ ചെയിൻ മേടിക്കാം. ഒരു പവനുള്ളിൽ ഒതുങ്ങുന്നത് കേട്ടോ, അതിലേക്കും കൂടുതലൊക്കെ മേടിക്കും. അത് തീരെ കൊച്ചായി പോയല്ലോ. ഒരു 2.5-3 പവനെങ്കിലും ഇല്ലാതെ ഒരു കൈ ചെയിൻ കയ്യിലിടുക എന്ന് പറയുന്നത് മോശമല്ലേ. 3/4 പവൻ, 1 പവനിൽ താഴെ എന്ന് പറയുമ്പോൾ പിന്നെ ദാനം കിട്ടിയ പശുവിന് പല്ലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ശരിയല്ലല്ലോ. മലബാർ ഗോൾഡ് പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ മലബാർ ഗോൾഡിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണല്ലോ. മലബാർ ഗോൾഡുകാർക്ക് പരസ്യം കിട്ടണമെങ്കിൽ പുള്ളിക്കാരി 10 വാചകം മലബാർ ഗോൾഡിനെ പറ്റി പറയണം, എന്നാലേ അവർക്ക് കച്ചവടം കിട്ടുള്ളൂ. അതാണ് കാര്യം, മനസ്സിലായില്ലേ? ബ്രാൻഡ് അംബാസഡർ ആണ് മലബാർ ഗോൾഡിൻ്റെ. പ്ലാൻ എ, പ്ലാൻ ബി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നായിരിക്കും, കൊയിലാണ്ടി സലോണി എന്നായിരിക്കും. ഈ രണ്ടിലേതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ റെഡിയായി ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന്
എന്ന് കരുതി. അപ്പൊ ആദ്യം ഗോൾഡിന്റെ ഷോപ്പ് എന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് വേണ്ട നിൽക്കൂല കേട്ടോ. അതെ, മുടിപ്പിച്ചേ അടങ്ങുള്ളൂ. ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ എന്ന് വെച്ചാല് സ്ത്രീകളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ, ഒരു ലൈഫിന്റെ ഒരു ഭാഗമല്ലേ. ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ കൂട്ടി കൂട്ടി എത്രത്തോളം ഡ്രസ്സ് ഉണ്ടോ അത്രത്തോളം നമ്മൾ പറയുന്ന പരാതി നമ്മുടെ കയ്യിൽ ഡ്രസ്സ് ഇല്ല എന്നുള്ളതാണ്. അതല്ലേ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒരു ഡ്രസ്സും കൂടി മേടിക്കാൻ 1 2 മാക്സിമം 2 എങ്കിലും മേടിച്ചിട്ടില്ലേ ശരിയാവൂലോ, മോശല്ലേ. അപ്പൊ 2 കൂട്ടം ഡ്രസ്സും ഒരു കൈ ചെയിനുമാണ് മേടിക്കാൻ പ്ലാൻ ചെയ്തത്. അത് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ബാക്കിയൊക്കെ കാണാട്ടോ, കാണിച്ചു തരാവേ. കൊയിലാണ്ടി നിന്നാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴിക്കോട് നിന്നാണോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയണേ. എനിക്കൊരു സ്ത്രീ മെസ്സേജ് ചെയ്തത് ഇങ്ങനെയാണ്: നിനക്കെല്ലാം കണ്ണം തന്നതല്ലേ, അതിന്റെ പകുതി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. ഉളുപ്പുണ്ട് ആ സ്ത്രീക്ക് ചോദിക്കാന്, കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കും ചോദിക്കാന്. കാരണം എന്താ വെച്ചാല് എനിക്കെല്ലാം കണ്ണൻ തന്നതാണ്. കണ്ണൻ ഇവിടെ വന്നിട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല. ഒക്കെ ഞാൻ കഷ്ടപ്പെട്ടു. കേട്ടില്ല, ഒന്നുകൂടി. പക്ഷെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉളുപ്പുണ്ടോ ആ സ്ത്രീക്ക് ഉണ്ടായിരിക്കും ചോദിക്കാന്. കാരണം എന്താ വെച്ചാല് എനിക്കെല്ലാം കണ്ണൻ തന്നതാണ്. കണ്ണൻ ഇവിടെ വന്നിട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല. അതാണ് ഒക്കെ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് ഉറക്കൊഴിഞ്ഞ് വരച്ച് ഉണ്ടാക്കി സാധനങ്ങളാണ്. അപ്പൊ അതിൽ ഇപ്പൊ കേട്ടല്ലോ, കണ്ണനൊന്നും തന്നിട്ടില്ല. കണ്ണൻ തന്നു എന്ന് പറയുമ്പോഴും ഇപ്പൊ കറക്റ്റ് കേട്ടല്ലോ, കണ്ണനൊന്നും തന്നിട്ടില്ല. ഒക്കെ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചു സമ്പാദിച്ചതാണ്. ഉറക്കൊഴിഞ്ഞ് വരച്ചെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മിനിറ്റിന് 500 ഫോട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞ 600, 650, 700 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അത് 1000 ഇപ്പം 1500 ഫോട്ടോയായി. ഇതെപ്പടി ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ ഇത്ര മാത്രം ഫോട്ടോ വരച്ചത്. വല്ലാത്ത ജാതി. അപ്പൊ അതില് ഇപ്പൊ ആർക്കും കൊടുക്കാനോ ആരോടും എടുക്കാനോ ഒന്നും പറയാൻ പറ്റിയില്ല. ഒന്നും ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചെന്ന് ആർക്കും ഒന്നും തരാൻ പറ്റില്ല. കാരണം കണ്ണൻ തന്നു എന്ന് പറയുമ്പോഴും കണ്ണൻ തന്നതല്ല ഇതൊന്നും. ഞാൻ എൻ്റെ ബുദ്ധിയും പ്രയത്നവും ഉപയോഗിച്ച് സ്വയം ആളുകളെയൊക്കെ പറ്റിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ നിന്നൊന്നും ആർക്കും ഒരു ചില്ലിക്കാശ് തരാൻ പറ്റില്ല. അതുകൊണ്ട് ആരും ചോദിക്കരുത് ഉളുപ്പും മാനം ഉണ്ടോ എന്നാണ് ചോദിക്കണത്. ചോദിക്കുന്നവർക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. അതെ, ആർക്കും തരുമെന്ന് പറയാനും പറ്റൂല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലിന്റെ അതാണ് ഞാൻ മാത്രമാണ്. ഞാൻ കഷ്ടപ്പെട്ട് ആൾക്കാർ പറ്റിച്ചുണ്ടാക്കിയ മുതലിൻ്റെ സ്വത്ത് അനുഭവിക്കാനുള്ള അർഹത എനിക്ക് മാത്രമാണ്. നിങ്ങളാരും കാണുന്നവർക്കൊന്നും വെറുതെ ഓശാരം കൊടുക്കാനുള്ളതല്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത്. കണ്ണൻ തന്നതൊന്നും അല്ലാട്ടോ ഇത്. മനസ്സിലായില്ലേ? അതെ, അതൊന്നും ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞൂടാ. ഷോപ്പിലേക്ക് പോട്ടെ. അതെ, അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കേട്ടോ. ഓക്കെ. പിള്ളേർക്ക് എന്തെങ്കിലും മേടിക്കണ്ടേന്ന് വിചാരിച്ച് മോൾക്ക് ഞാനൊരു പാദസരവും മേടിച്ചു. വെളിയിൽ കേട്ടോ. അതെ, എനിക്ക് ഇത്രയും സ്വർണത്തിന്റെ സാധനം വാങ്ങിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണ്ടേ? അതിന് 2 വെള്ളിയുടെ എടുത്ത്. ഇങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ അപ്പോഴേക്ക് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞു ടെൻഷൻ ഉണ്ടാവും. ആദ്യത്തെ ഭർത്താവിനെ ഒഴിവാക്കാതിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവാതെ തന്നെ ചെയ്യും. വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന് എൻ്റെ. അപ്പം ആൾ കൂടെ ഇല്ലാത്തൊരു വിഷമം തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ആർക്ക് വേണമെങ്കിലും ഉണ്ടാവും. ആ ഒരു വിഷമം സങ്കടമൊക്കെ തന്നെയായിരുന്നു എനിക്കും. എനിക്കെന്തോ പെട്ടെന്ന് ഇമോഷണലി എന്താ പറയുക, എന്നിട്ട് ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ ആ വിഷമവും സങ്കടമൊന്നും. ഡൗൺ ആയിപ്പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ പിന്നെ മെഡിസിൻ അടിച്ചാൽ പിന്നെ എനിക്കൊരു ബോധം ഉണ്ടാവില്ല. അതല്ലെങ്കിലും പണ്ടേ ഇല്ലല്ലോ. മെഡിസിൻ അടിച്ചതിന് ശേഷമല്ല, മെഡിസിൻ അടിക്കണക്കായി മുമ്പും ഇല്ലല്ലോ ഈ പറയുന്ന ബോധം. പെട്ടെന്നൊരു ദിവസം ആ കൊലുസിട്ടെടുത്തൊരു കറുപ്പ് കളറ്. ചിലർക്ക് വെള്ളി പറ്റൂല
അപ്പോൾ അമ്മക്ക് വലിയ പറ്റില്ല, അപ്പം തന്നെ കറക്കും. അപ്പോൾ അത് കറക്കും ഇല്ലെന്ന് അറിയാത്തത് കൊണ്ട് കാക്ക അരഞ്ഞാണോ ഇടാറുണ്ടോ? ഞാൻ സിമ്പിളായിട്ടുള്ളത് കൊലുസ് വിളിച്ചു. അപ്പം ഇത് വെള്ളിയല്ലേ, കറക്കൂലേ? ഇനി നമുക്ക് കോസ്റ്റ്യൂമിലേക്ക് കിടക്കാം. കോസ്റ്റ്യൂം ഏതൊക്കെയാണ്? ഇത് രണ്ടുമാണ് നമ്മുടെ പ്രധാന ഐറ്റംസ്. ജ്വല്ലറി കോസ്റ്റ്യൂം, ജ്വല്ലറി കോസ്റ്റ്യൂം. 3 കൂട്ടം ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അല്ലെ തന്നെ ഗോൾഡ് മേടിച്ചിട്ട് ഞാൻ പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഗോൾഡിന് ബില്ല് എത്ര പൈസ ആയിരുന്നു പറയാം, ബില്ല് വണ്ടിയിലായിട്ടല്ലോ. അപ്പോൾ ഇവിടെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അല്ലെ തന്നെ ഗോൾഡ് മേടിച്ചിട്ട് ഞാൻ പൈസ ചിലവാക്കിയിട്ടുണ്ട്. അപ്പം കേട്ടല്ലോ, 2 കൂട്ടം ഡ്രസ്സും ഒരു കൈ ചെയിനാണ് വാങ്ങിച്ചത്. അപ്പം അങ്ങനെ വാങ്ങിച്ചു. ഇനി 3 കൂട്ടം ഡ്രസ്സ് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ വേണ്ട, പൈസ ചിലവാക്കണ്ട. കാരണം എൻ്റെ തന്നെ പൈസയാണല്ലോ ചിലവാക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി, കാരണം നമ്മുടെ പൈസയാണെങ്കിലല്ലേ നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ആരാൻ്റെ ആവുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ, അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു ഓവറായി എന്ന് മറ്റുള്ളവർക്ക് തോന്നരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളൊക്കെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.